Hello everyone, I'm Anaka. In today's session, we are going to discuss race determination from skeletal remains. നമുക്കിപ്പം ക്രൈംസിൽ നിന്ന് ഒരു സ്കള് അല്ലെങ്കിൽ ലോങ് ബോൺസ് ഒക്കെയാണ് കിട്ടണമെങ്കിൽ അതേപോലെ ടൂത്ത് നിന്നൊക്കെ നമുക്ക് റേസ് ഡിറ്റർമിനേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റേസ് എന്താന്ന് പറയാം. റേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് അതേപോലെ ബിഹേവിയറൽ ഡിഫറൻസസ് വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതിനാണ് റേസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഓരോ റീജിയൻസിൽ ഉള്ള ആൾക്കാർ ഓരോ റേസ് ആയിരിക്കും, മോസ്റ്റ്ലി ഓരോ റേസ് ആവാനാണ് ചാൻസ് ഉള്ളത്. അങ്ങനെ 3 റേസസ് ആയിട്ടാണ് നമ്മൾ വേൾഡിലുള്ള ഹ്യൂമൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. വൺ ഈസ് കോക്കസോയിഡ് ഓർ കോക്കേഷ്യൻ, അതായത് പേഴ്സൺസ് ഫ്രം യൂറോപ്പ്, വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആഫ്രിക്ക. നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ കോക്കസോയിഡ്സ് എന്ന് പറയാം. അതേപോലെ മംഗളോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഏഷ്യ ആൻഡ് അമേരിക്കൻസ് ആണ്. അവര് ഈസ്റ്റ് ഏഷ്യൻ ആൻഡ് അമേരിക്കൻ ഒറിജിൻ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ മംഗളോയിഡ്സ് എന്ന് പറയാ. അതേപോലെ നീഗ്രോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കൻ ഒറിജിന്. ദെൻ നെക്സ്റ്റ് ഈസ് നമ്മൾ റേസ് ഡിറ്റർമൈൻ ചെയ്യാനും വേണ്ടിയിട്ട് പല ഇൻഡെക്സുകളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു ഇൻഡെക്സ് ആണ് ഇമ്പോർട്ടന്റ് ഇൻഡെക്സ് ടു ഡിറ്റർമൈൻ റേസ് ഈസ് സെഫാലിക് ഇൻഡെക്സ്. സെഫാലിക് ഇൻഡെക്സ് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് റേസ് RAC അല്ലേ, അപ്പം RA റേസ്, C സെഫാലിക് ഇൻഡെക്സ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് സെഫാലിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇൻഡെക്സ് ഓഫ് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ക്രാനിയൽ ഇൻഡെക്സ് എന്നൊക്കെ പറയാവുന്നതാണ്. ആൻഡ് സെഫാലിക് ഇൻഡെക്സ് മാക്സിമം നമ്മുടെ സ്കൾ ബ്രെഡ്ത്ത് ബൈ മാക്സിമം ലെങ്ത് ഇൻറ്റു 100. അതായത് നമ്മുടെ സ്കളിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് റേഷ്യോ ആണ് സെഫാലിക് ഇൻഡെക്സ്. ഇത് നമ്മുടെ ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പ്രെഡിങ് കാലിപ്പർ വെച്ചിട്ടാണ്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പ്രെഡിങ് കാലിപ്പർ ഇല്ലാത്ത വശം നമ്മൾ ഓസ്റ്റിയോമെട്രിക് ബോർഡ് യൂസ് ചെയ്യും. ഈ സ്പ്രെഡിങ് കാലിപ്പർ വെച്ചിട്ട് നമ്മൾ ബ്രെഡ്ത്ത് അളക്കുന്നത് നമ്മുടെ യൂറിയോൺ ടു യൂറിയോൺ, അതായത് പെരിറ്റൽ എമിനൻസിൽ കാണുന്ന 2 പെരിറ്റൽ എമിനൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ സ്കൾ ബ്രെഡ്ത്ത് ആയിട്ട് പറയുന്നത്. സ്കൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലബെല്ല ടു ഒപ്പിസ്തോക്രാനിയോൺ, ഈ ഓർബിറ്റൽ പ്രോമിനൻസിന്റെ ഇടയിലുള്ള ക്രാനിയോമെട്രിക് പോയിന്റ്, അതായത് ഗ്ലബെല്ല മുതൽ ഒപ്പിസ്തോക്രാനിയോൺ വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ സ്കൾ ലെങ്ത് എന്ന് പറയാ. ആൻഡ് ബേസിയോൺ ടു ബ്രഗ്മയാണ് സ്കൾ ഹൈറ്റ്. ബേസിയോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൊറാമൻ മാഗ്നത്തിന്റെ ആന്റീരിയർ എൻഡിൽ കാണുന്ന പോയിന്റ് മുതൽ ബ്രഗ്മ, നമ്മുടെ ഫ്രണ്ടൽ ബോണും പരേറ്റൽ ബോണും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ബ്രഗ്മ വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ സ്കൾ ഹൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ അങ്ങനെ സെഫാലിക് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് സ്കൾ ബ്രെഡ്ത്ത് ബൈ സ്കൾ ലെങ്ത് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് വാല്യൂസ് കിട്ടും. അത് ഒരു മാക്സിമം 70 to 85 വരെയാണ് അതിന്റെ വാല്യൂസ് റേഞ്ച് വരുന്നത്. അതിന്റെ ഓരോ റേഞ്ച് അനുസരിച്ച് നമ്മൾ ഹ്യൂമൻസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡോളിക്കോസെഫാലിക്, മീസാറ്റിസെഫാലിക് ആൻഡ് ബ്രാങ്കിസെഫാലിക്. 70 to 74.9 വരെ വാല്യൂസ് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡോളിക്കോസെഫാലിക് എന്ന് പറയാം. അതിൽ വരുന്ന ആൾക്കാരാണ് ആര്യൻസ് ആൻഡ് നീഗ്രോസ് ഒക്കെ. ആൻഡ് മീസാറ്റിസെഫാലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75 to 79.9 വരെ വാല്യൂ വരുന്നവരെയാണ് നമ്മൾ മീസാറ്റിസെഫാലിക് എന്ന് പറയാ. അതിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ് യൂറോപ്യൻസും ചൈനീസും ഒക്കെ. ദെൻ ബ്രാങ്കിസെഫാലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 to 85 ആണ് വാല്യൂ വരുന്നത്. ആൻഡ് ദേ ആർ കാൾഡ് മംഗോളിയൻസ്. നമ്മുടെ ഇന്ത്യൻ സ്കളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കോക്കേഷ്യൻ ആണ്, നമ്മളെ മോസ്റ്റ് ഓഫ് ദ ഫീച്ചേഴ്സും കോക്കേഷ്യൻ ആണ് വരുന്നത്. പക്ഷെ ഫ്യൂ നീഗ്രോയിഡ് ക്യാരക്ടേഴ്സും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് സെഫാലിക് ഇൻഡെക്സ് ഓഫ് ഇന്ത്യൻ സ്കൾ എന്ന് പറഞ്ഞാൽ 75 to 79.9 ആണ്. സോ ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ മീസാറ്റിസെഫാലിക്. സോ
Indian skull are mesenterocephalic. Then next നമ്മളെ സ്കൾ ഇൻഡെക്സ് മാത്രമല്ലാതെ നമുക്ക് ബോൺസിന്റെ അപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് കോക്കസോയിഡ് ആണോ നീഗ്രോയിഡ് ആണോ മംഗ്ലോയിഡ് ആണോ എന്ന് അറിയാൻ പറ്റും. ഹിയർ കോക്കസോയിഡ് തന്നെ നമ്മൾ മൂന്നായിട്ട് പറയുന്നുണ്ട്, നോർഡിക്, ആൽപൈന്, മെഡിറ്ററേനിയന്. ഇതിന്റെ ഒരു ആവറേജ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ആൻഡ് സ്കൾ ലെങ്ത് എന്ന് പറഞ്ഞാല് കോക്കസോയിഡിന് ലോങ് ആയിരിക്കും, ലോങ് ലെങ്ത് ആയിരിക്കും കോക്കസോയിഡിനുള്ളത്. മംഗ്ലോയിഡിനും നീഗ്രോയിഡിനും ഒക്കെ ഏകദേശം ലെങ്ത് ഈക്വൽ ഒരുപോലെ ആയിരിക്കും വരുന്നത്. ആൻഡ് അതിൽ ആൽപൈനിൽ മാത്രമാണ് ഷോർട്ട് ലെങ്ത് വരുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഈ സ്കൾ ബ്രെഡ്ത്ത്. സ്കൾ ബ്രെഡ്ത്ത് കോക്കസോയിഡിന്റെ നാരോ ആയിരിക്കും, നീഗ്രോയിഡിനും നാരോ ആയിരിക്കും. പക്ഷെ മംഗ്ലോയിഡിന് അത് കുറച്ചും കൂടെ ബ്രോഡർ ആയിരിക്കും സ്കൾ ബ്രെഡ്ത്ത്. ആൻഡ് സ്കൾ ഹൈറ്റ് കോക്കസോയിഡിന് മിക്കതും ഹൈ ആയിരിക്കും. ആൻഡ് നീഗ്രോയിഡിന് അതിന്റെ ഹൈറ്റ്, സ്കൾ ഹൈറ്റ് ലോ ആണ്. മംഗ്ലോയിഡിന് പക്ഷെ രണ്ടിന്റെയും ഇടയിൽ മിഡിലായിട്ട് വരുന്നു മംഗ്ലോയിഡ്. ദെൻ സ്കൾ സജീറ്റൽ കോണ്ടോർ. സജീറ്റൽ കോണ്ടോറിൽ കോക്കസോയിഡ് റൗണ്ടഡ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് നീഗ്രോയിഡ്സിന് ഏകദേശം ഒരു ഫ്ലാറ്റ് ആണ് സജീറ്റൽ കോണ്ടോർ വരുന്നത്. ദെൻ മംഗ്ലോയിഡ്സിന് ഒരു ആർച്ച്ഡ് ആയിട്ടാണ് മംഗ്ലോയിഡ്സിന്റെ കാണുന്നത്. ആൻഡ് ഫേസ് ബ്രെഡ്ത്ത്, അതായത് നമ്മുടെ സൈഗോൺ ടു സൈഗോൺ ലെങ്ത്, കോക്കസോയിഡ് നാരോ ആണ്, നീഗ്രോയിഡ് നാരോ ആണ്, മംഗ്ലോയിഡ് മാത്രം വൈഡ് ആണ്, കുറച്ചും കൂടെ വൈഡ് ആയിട്ട് കാണാൻ പറ്റും. ഈ നമ്മുടെ സൈഗോൺ തമ്മിലുള്ള ലെങ്ത് എടുത്താൽ കുറച്ചും കൂടെ പുറത്തേക്ക് പ്രൊട്രൂഡർ ആണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ വൈഡർ ആയിട്ടാണ് കാണുന്നത് മംഗ്ലോയിഡ്സിൽ. നെക്സ്റ്റ് ഓർബിറ്റ് നോക്കുകയാണെങ്കിൽ കോക്കസോയിഡിന് ഒരു ആംഗുലാർ ആണ്, ജസ്റ്റ് ആംഗുലാർ ആണ്, ഷാർപ്പ് അല്ല പക്ഷെ ആംഗുലാർ ആണ്. ദെൻ നീഗ്രോയിഡ്സിന് അത് കറക്റ്റ് റെക്ടാങ്കുലർ ആയിട്ടാണ് കാണുന്നത്, റെക്ടാങ്കുലർ ആണ്. ആൻഡ് മംഗ്ലോയിഡ്സിൽ അത് റൗണ്ടഡ് ആണ്, ഓൾമോസ്റ്റ് റൗണ്ടഡ് ആയിട്ടാണ് കാണുന്നത്. ദെൻ നേസൽ ഓപ്പണിങ്, കോക്കസോയിഡ് നാരോയും നീഗ്രോയിഡ് വൈഡ് ആണ്. ആൻഡ് മംഗ്ലോയിഡും നാരോ ആണ്. ദെൻ നമ്മുടെ സ്കൾ ജനറൽ ഇംപ്രഷൻ ഓഫ് സ്കള് നോക്കുകയാണെങ്കിൽ, ടോട്ടലി നോക്കുകയാണെങ്കിൽ കോക്കസോയിഡ് മാസീവ് ആണ്, കുറച്ചും കൂടെ മാസീവ് ആണ്. അതേപോലെ റഗ്ഡ് ആണ്. റഗ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് കുഴികളും അതേപോലെ ഡിപ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രോമിനൻസും ഡിപ്രഷൻസും ഒക്കെ ഉണ്ടാവും. സ്മൂത്ത് ആയിരിക്കില്ല, ഇതിനാണ് നമ്മൾ റഗ്ഡ് എന്ന് പറയാം. പിന്നെ ഇലോങ്ങേറ്റഡ് ആണ്, അത്യാവശ്യം വലിപ്പമുണ്ട്. ദെൻ ഓവോയിഡ് ഷേപ്പാണ് കാണുന്നത്. പക്ഷെ നീഗ്രോയിഡ്സിന്റെ കേസിൽ വരുമ്പം മാസീവ് ആണ് ബട്ട് സ്മൂത്ത് ആണ്, അവിടെ സ്കൾ സർഫേസ് സ്മൂത്ത് ആയിട്ടാണ് കാണുന്നത്. അതേപോലെ ഇലോങ്ങേറ്റഡ് ആണ്. ദെൻ അവരുടെ ഓവല് ഒരു കൺസ്ട്രക്റ്റഡ് ഓവൽ ഷേപ്ഡ് ആണ് കാണുന്നത്. ദെൻ മംഗ്ലോയിഡ്സ് വരികയാണെങ്കിൽ അവരുടെ ലാർജ് ആണ്, സ്മൂത്ത് സർഫസ് ആണ് വരുന്നത്. അതേപോലെ റൗണ്ടഡ് ആണ് ഫേസ് അല്ല, സ്കള് കുറച്ചും കൂടെ റൗണ്ടഡ് ഷേപ്പിലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ലോങ് ബോൺസിൽ നിന്ന് നമുക്ക് റേസ് ഡിറ്റർമിനേഷൻ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ബ്രാങ്കിയൽ ഇൻഡെക്സ്. 4 ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ലോങ് ബോൺസ് റേസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ബ്രാങ്കിയൽ ഇൻഡെക്സ്, ദെൻ ക്രൂറൽ ഇൻഡെക്സ്, ദെൻ ഇന്റർമെംബ്രൽ ഇൻഡെക്സ് ആൻഡ് ഹ്യൂമറോഫീമറൽ ഇൻഡെക്സ്. ഇതില് ഫസ്റ്റ് വൺ ബ്രാങ്കിയൽ ഇൻഡെക്സ് ആണ്. ബ്രാങ്കിയൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് റേഡിയസ് ബൈ ലെങ്ത് ഓഫ് ഹ്യൂമറസ്. നമ്മുടെ കയ്യിലുള്ള 2 എല്ലുകളാണ് ഹ്യൂമറസ് ആൻഡ് റേഡിയസ്. ഇതിൽ ബ്രാങ്കിയൽ ഇൻഡെക്സ് എടുക്കാൻ നമ്മൾ ഇവയാണ് യൂസ് ചെയ്യുന്നത്. അത്
റേഡിയസിന്റെ ലെങ്ത് എടുക്കും, അതിന്റെ പ്രോക്സിമൽ എൻഡ് ടു ഡിസ്റ്റൽ എൻഡിലുള്ള ലെങ്ത്തും ഹ്യൂമറസിന്റെ പ്രോക്സിമൽ എൻഡ് ടു ഡിസ്റ്റൽ എൻഡിലുള്ള ലെങ്ത്തും എടുത്തിട്ട് അതിന്റെ റേഷ്യോ കാണുകയാണ് ബ്രാങ്കിയൽ ഇൻഡെക്സ്. അതിൽ 74.5 ഒക്കെ ആണെങ്കിൽ അതിനെ യൂറോപ്യൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് 78.5 ആണെങ്കിൽ നീഗ്രോസിലാണ് ആ ഒരു ബ്രാങ്കിയൽ ഇൻഡെക്സ് കാണുന്നത്. ദെൻ ക്രൂറൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിലുള്ള രണ്ട് ബോൺസ് ആയിട്ടുള്ള ടിബിയ ആൻഡ് ഫെമർ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ലെങ്ത് ഓഫ് ടിബിയ ബൈ ലെങ്ത് ഓഫ് ഫെമർ ആണ് ക്രൂറൽ ഇൻഡെക്സ്. അതായത് ലെങ്ത് ഓഫ് ടിബിയ ബൈ ലെങ്ത് ഓഫ് ഫെമർ ഇൻറ്റു 100. ടിബിയൽ ലെങ്ത്തും ഫെമർ ലെങ്ത്തിന്റെ റേഷ്യോ ആണ് ക്രൂറൽ ഇൻഡെക്സ്. ആൻഡ് യൂറോപ്യൻസിൽ അത് 69 ആണ് കാണുന്നത്. നീഗ്രോസിൽ ഒരു 86.2 വരെ അതിന്റെ വാല്യൂ പോകുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർമെംബ്രൽ ഇൻഡെക്സ് ആണ്. ഇന്റർമെംബ്രൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ഹ്യൂമറസ് പ്ലസ് റേഡിയസ്. റേഡിയസിന്റെയും ഹ്യൂമറസിന്റെയും ലെങ്ത് ആഡ് ചെയ്തതിന് ശേഷം ഫിമറിന്റെയും ടിബിയന്റെയും ലെങ്ത് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. അതായത് നമ്മുടെ കയ്യിലുള്ള രണ്ട് ബോൺസിന്റെ ലെങ്ത്, ടോട്ടൽ ഹാൻഡിന്റെ ലെങ്ത് എടുത്തിട്ട് നമ്മുടെ ലെഗിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇന്റർമെംബ്രൽ ഇൻഡെക്സ്. ദെൻ അതിൽ ഒരു 70 to 78.4 വാല്യൂ വരുന്നതാണ് യൂറോപ്യൻസ്. ആൻഡ് 70 to 70.5 വരുന്നതിനെയാണ് നമ്മൾ നീഗ്രോസ് എന്ന് പറയുന്നത്. ആൻഡ് ഹ്യൂമറോഫെമറൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെങ്ത് ഓഫ് ഹ്യൂമറസ് ബൈ ലെങ്ത് ഓഫ് ഫെമർ. നമ്മുടെ കൈയിന്റെ തുടയല് ബൈ കാലിന്റെ തുടയലാണ് ഹ്യൂമറോഫെമറൽ ഇൻഡെക്സ്. ആൻഡ് യൂറോപ്യൻസിൽ 69ഉം നീഗ്രോസിൽ 72.4 ആണ് അതിന്റെ വാല്യൂസ് വരുന്നത്. Then that's all about today's class. നമ്മൾ ഇന്ന് റേസ് ഡിറ്റർമിനേഷനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ നമ്മളെ ഫിസിക്കൽ ആൻഡ് ബിഹേവിയറൽ ഡിഫറൻസ് അനുസരിച്ചിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കോക്കസോയിഡ്, മാംഗ്ലോയിഡ് ആൻഡ് നീഗ്രോയിഡ്. ആൻഡ് അവരെ നമുക്ക് സെഫാലിക് ഇൻഡെക്സ് വഴി നമുക്ക് ഏത് റേസിലാണ് ആൾക്കാരുള്ളതെന്ന് അറിയാൻ പറ്റും. ആൻഡ് സെഫാലിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ബ്രെഡ്ത്ത് ഓഫ് സ്കൾ ബൈ മാക്സിമം ലെങ്ത് ഓഫ് സ്കൾ. ആൻഡ് ഇത് നമ്മൾ അളക്കുന്നത് സ്പ്രെഡിങ് കാലിപ്പർ യൂസ് ചെയ്തിട്ടാണ് ബ്രെഡ്ത്തും ലെങ്ത്തും ഒക്കെ സ്കളിൽ നിന്ന് മെഷർ ചെയ്യുന്നത്. ദെൻ സ്കൾ ബ്രെഡ്ത്ത്, സ്കൾ ലെങ്ത്, സ്കൾ ഹൈറ്റ് പറഞ്ഞു. ദെൻ നമ്മളെ സെഫാലിക് ഇൻഡെക്സ് വെച്ചിട്ട് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഡോലിക്കോസെഫാലിക്, മീസാറ്റിസെഫാലിക്, ഫ്രാങ്കിസെഫാലിക്. അതിൽ വരുന്ന റേസുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ മീസാറ്റിസെഫാലിക് ആണ്. നമ്മുടെ ഇന്ത്യന്റെ റേഞ്ച് വരുന്ന വാല്യൂ റേഞ്ച് വരുന്നത് 75 to 79.9 ആണ്. ദെൻ നമ്മൾ സ്കള് വെച്ചിട്ട് ആ സ്കളിന്റെ ഫീച്ചേഴ്സ് വെച്ച് കോക്കസോയിഡിനെയും നീഗ്രോയിഡിനെയും മാംഗ്ലോയിഡിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു. ദെൻ ലോങ് ബോൺസിൽ നിന്ന് നമുക്ക് റേസ് ഡിറ്റർമിനേഷൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഇൻഡെക്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ബ്രാങ്കിയൽ ഇൻഡെക്സ്, ക്ലൂറൽ ഇൻഡെക്സ്, ഇന്റർമെംബ്രൽ ഇൻഡെക്സ് ആൻഡ് ഹ്യൂമറോഫെമറൽ ഇൻഡെക്സ്. ബ്രാങ്കിയൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസിന്റെയും ഹ്യൂമറസിന്റെയും ലെങ്ത്തിന്റെ റേഷ്യോ ആണ്. അതേപോലെ ക്രൂറൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ ടിബിയന്റെയും ഫിമറിന്റെയും ലെങ്ത് റേഷ്യോ ആണ്. ദെൻ ഇന്റർമെംബ്രൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമറസും റേഡിയസിന്റെയും പ്ലസ്, അതായത് ഹ്യൂമറസും റേഡിയസും കൂടെ ബൈ ഫെമർ പ്ലസ് ടിബിയ. ദെൻ ഹ്യൂമറോഫെമറൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമറസ് ബൈ ഫെമർ അവരുടെ ലെങ്ത് ആണ്, അതിന്റെ റേഷ്യോ ആണ് പറയുന്നത്. സോ that's all about today's class. I hope this is clear for everyone. Thanks for listening. Keep learning. Bye.